ഉണ്ണിയാർച്ചയെ പോലെ വന്ന് നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയാസ് മറ്റുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അൻസിബ ഹസൻ വന്ന് ഞങ്ങളെ വീഴ്ത്തി കളഞ്ഞത് കമ്മിറ്റിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ വർഷം കുറേ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ വന്ന സമയത്ത് അത് പിന്നെ അഡ്വോ കമ്മിറ്റിയായി മാറി. ആ സമയത്ത് ലാലേട്ടനായിരുന്നു പ്രസിഡന്റ്. എല്ലാവർക്കും നമസ്കാരം. AMMA സംഘടനയിലെ എല്ലാ അൽക്കുലുത്ത് കീടങ്ങളെയും ഒറ്റയടിക്ക് അടിച്ചു വീഴ്ത്തിയ അൻസിബയാണ് നമ്മുടെ ഹീറോ. ഓക്കെ, ഈ ഹീറോയിനെ പോലെ ഒരു ഹീറോയിൻ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ സിനിമ, അതായത് മലയാള സിനിമാ സംഘടനയിലെ അൽക്കുലുത്തുകളെല്ലാം ഒരു ഫയലും കൊണ്ട് വരുന്നത് മാത്രമേ കണ്ടോളൂ. പിന്നെ അവിടെ നടന്ന മൊത്തം ക്ലൻസിങ് അടിച്ച് നൂത്ത് ക്ലീൻ ചെയ്ത് കളഞ്ഞു എല്ലാത്തിനെയും. ഇപ്പം ആരുമില്ല, ആ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചു. പെൺപുലി അത് തന്നെ പറയേണ്ടി വരും. ഈ കുറെ ഫെമിനിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ അൻസിബ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യടേ. അല്ലാതെ കാശ് വാങ്ങിയിട്ട് കാശ് കിട്ടേണ്ടത് മാത്രം താങ്ങി നിന്നുകൊണ്ട് ഫെമിനിസം വാരി ഇറങ്ങാതെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അൻസിബയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മമ്മൂക്കയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് കൊടുക്കാനും കമന്റിൽ അൻസിബ ഒരു ലവ് ചിഹ്നം ഇടാനും മറക്കണ്ട. അപ്പൊ നമുക്ക് നേരെ ആരംഭിക്കാം. അൻസിബയുടെ ഒരു ഇന്റർവ്യൂ, അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് ആദ്യം കാണാനുള്ളത്. ഓക്കെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ വർഷം കുറേ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ വന്ന സമയത്ത് അത് പിന്നെ അഡ്വോ കമ്മിറ്റിയായി മാറി. ആ സമയത്ത് ലാലേട്ടനായിരുന്നു പ്രസിഡന്റ്. അങ്ങനെ അത് ഈ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അന്ന് അമ്മ സംഘടനയുടെ ആ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അഡ്വോ കമ്മിറ്റിയായി മാറേണ്ടി വന്നത്. ആ സമയത്ത് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ സഞ്ജീവനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പദ്ധതി കൊണ്ടുവന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്കെ, അന്ന് ഈ മെഡിസിൻ ഡിസ്ട്രിബ്യൂഷന്റെ ആ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, അതായത് ലാലേട്ടനെ കൊണ്ടായിരുന്ന സമയത്താണ്. ഓക്കെ, ആ സമയത്ത് ഈ പറയുന്ന പോലെ വേറൊരു വ്യക്തിയെ അൻസിബ വഴിയാണ് ഹാൻഡിൽ ചെയ്തിട്ടൊക്കെ അന്ന് കണക്ഷനൊക്കെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തത്. ഓക്കെ, അതായത് പാവപ്പെട്ട അമ്മമാർക്ക് മെഡിസിൻ കൊടുക്കുന്ന കേസുകളൊക്കെ ഉണ്ട്. മാസം 10,000 രൂപയോളമുള്ള മെഡിസിൻസ് അങ്ങനെ എന്തൊക്കെയാണ്. എന്തായാലും അൻസിബ പറയുന്ന കേട്ടിട്ട് എനിക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേറെ ചിലർക്ക് അതിൻ്റെ അകത്തുനിന്ന് കൈയിട്ട് വരാൻ പറ്റുന്നില്ല. ഈ അൻസിബ റിലേറ്റ് ചെയ്ത് വന്ന ഒരാളിനെ കൊണ്ടുവന്നപ്പോൾ കൈയിട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് നൈസായിട്ട് അയാളെ മാറ്റിയിട്ട് വേറെ ടീമിനെ ഏൽപ്പിച്ചിട്ട് കൈയിട്ട് വരാൻ തുടങ്ങി. നമുക്ക് അതിലോട്ട് വരാം. അമ്മേന്ന് പെൻഷൻ കിട്ടുന്ന 104ഓളം പേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ ചില മെമ്പേഴ്സ് ഒക്കെ വന്നിട്ട് പേഴ്സണലി സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വളരെ പഴയ സിനിമയിലൊക്കെ മമ്മൂക്കയുടെ ഒക്കെ ഹീറോയിനായിട്ട് അഭിനയിച്ചൊരു നായിക നടി. ആ അമ്മ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഇവിടുന്ന് കിട്ടുന്ന 5000 രൂപയിൽ മരുന്ന് ഉൾപ്പെടെ വാങ്ങിച്ചിട്ടാണ് ഒരു മാസം ജീവിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് കേട്ടപ്പോൾ. കാരണം ഒരു ദിവസം പഴയ മമ്മൂക്കയുടെ നായിക ഉൾപ്പെടെ ആയിരുന്ന ഒരു നടി ഇന്ന് ഇവിടത്തെ 5000 രൂപ കൊണ്ടാണ് ജീവിക്കണം എന്ന് പറയുമ്പോൾ എനിക്കറിയത്തില്ല കേട്ടോ. അതുപോലെ ഒരുപാട് നടിമാര് ഇടയ്ക്കൊക്കെ വയ്യാതൊക്കെ ആയി മരണപ്പെട്ടു പോയ ആ ഒരു സമയത്തൊക്കെ അധികം ആരും സഹായിക്കാനില്ല. നമ്മുടെ കബീർ പൊന്നമ്മല്ലോ, KPC ലളിത, ഇവരൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് കഥകൾ. ദിലീപ് സഹായിച്ച കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ആരൊക്കെയോ ഞാൻ പേരുകൾ സുകുമാരി, അങ്ങനെ കുറേ പേരുടെയൊക്കെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന സമയം അവരൊക്കെ ഭയങ്കര റിച്ചാണ്. സിനിമയിൽ നിന്ന് നമ്മൾ പൊതുവെ പുറത്തു നിന്നുള്ള ജനങ്ങൾ കാണുമ്പോൾ ഭയങ്കര റിച്ചാണ്, ഭയങ്കര കാശാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതുള്ള മട്ടൊന്നും അല്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഒരു നടിയുടെ കേസ് അൻസിബ പറയുന്നില്ലേ, 5000 രൂപ കൊണ്ടാണ് ഇവിടെ നിന്ന് കിട്ടുന്ന 5000 രൂപ കൊണ്ടാണ് അവരുടെ ചെലവ് നടത്തുന്നത്, മരുന്നും എല്ലാം ഉൾപ്പെടെ. അത് സത്യം പറഞ്ഞാൽ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബാക്കി 5000-10,000 ചെലവാക്കുന്നുണ്ട് നമ്മളിൽ പലരും. ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെറുതെ പെട്രോൾ അടിച്ചിട്ടൊക്കെ. ഒരു മാസം മരുന്ന് ഉൾപ്പെടെ 5000 രൂപയ്ക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളൊരു നടിയാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഒരു EC മീറ്റിങ്ങിൽ ഞാനത് അവതരിപ്പിച്ചു, ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞു. അപ്പോൾ ലാലേട്ടനൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി കേട്ടപ്പോൾ. അടുത്ത മീറ്റിങ്ങിൽ വീണ്ടും ഈ ഒരു ഡിസ്കഷൻ ഇങ്ങനെ വരികയും ലാലേട്ടനും ബാബുരാജേട്ടനൊക്കെ ഇവിടെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് നമുക്ക് മരുന്ന് നമുക്ക് കൊടുത്താലോ, അപ്പൊ ഈ കിട്ടുന്ന 5000 രൂപ ഇവർക്ക് അവരുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാലോ, 5000 അവർക്ക് കിട്ടുമല്ലോ മരുന്ന് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ. അങ്ങനെയാണ് EC തീരുമാനിക്കുന്നത്, നമുക്ക് മരുന്നുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാം. അപ്പൊ അതേ സമയത്ത് ഒരുപാട് നാളായിട്ടുള്ള അമ്മയിലുള്ള ആളുകളുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ കുടുംബസംഗമം നടത്തുക എന്നുള്ളത്. അപ്പൊ ബാബുരാജേട്ടനാണ് അത് പറഞ്ഞത്, നമുക്ക് കുടുംബസംഗമം നടത്താം. ലാലേട്ടൻ പറഞ്ഞു കുടുംബസംഗമം ഉറപ്പായിട്ടും നടത്തണം. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് നമുക്ക് എടുത്തിട്ട് ബാങ്കിലിട്ടിട്ട് ആ പൈസ വെച്ചിട്ട് നമുക്ക് എല്ലാ മാസം 10,000 രൂപയ്ക്കകത്തുള്ള മരുന്നുകൾ ആളുകൾക്ക് കൊടുക്കാം, നമ്മുടെ മെമ്പേഴ്സിന് കൊടുക്കാം. അപ്പോൾ
പെൻഷൻ കൂടാതെ 10,000 രൂപയ്ക്കകത്തുള്ള മരുന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ആശ്വാസമായിരിക്കും. കാരണം അതുള്ള കാര്യമാണ്. പെൻഷന് പുറമെ 10,000 രൂപയോളം അവരുടെ മരുന്ന് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം തന്നെയാണല്ലേ. സത്യം പറയുന്നത് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. അൻസുബ ഇത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആദ്യമേ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ഇതെന്തുവാ അത്രയ്ക്ക് ഗതിയിട്ട് പോയോ? സിനിമയിലൊക്കെ അഭിനയിച്ച ഒരുപാട് കാശ് കാര്യങ്ങളൊക്കെ കാണുമെന്നേ നമ്മളെല്ലാവരും വിചാരിക്കത്തുള്ളൂ. പക്ഷെ അതൊന്നും അല്ല, അതൊക്കെ തന്നെയാണ്. ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ജീവിതം. ഇൻസുലിൻ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസിനുള്ള മരുന്നുകൾ നമ്മൾ കുറച്ചേ കൊടുക്കുള്ളൂ. അതൊരു 40% കൊടുക്കുള്ളൂ. പക്ഷെ 100% നമ്മൾ കൊടുക്കുന്നത് സ്ഥിരമായിട്ടുള്ള നിത്യരോഗികളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാൻസർ പേഷ്യൻസ് അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എല്ലാ മരുന്നുകളും 10,000 രൂപയ്ക്കകത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയായി എല്ലാവരും. അങ്ങനെയാണ് അത് കൊണ്ടുവന്നത്. അപ്പം അത് എന്നോട് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് ഭയങ്കര സന്തോഷമായിട്ട് ഏറ്റെടുത്തതാണ്. ഇതേ നേരത്തെ പറഞ്ഞ എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു എനിക്ക്. മരുന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നു, ഇതെല്ലാം കറക്റ്റ്, എല്ലാ മാസവും ഇവരുടെ മരുന്നുകൾ മാറും. അപ്പൊ ഇത് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും എല്ലാ ദിവസവും. 1 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും സമയമൊന്നും നോക്കൂല. എന്നെ ഒരു പേരക്കുട്ടിയായിട്ട് കണ്ട ആൾക്കാരുണ്ട്, മോളായിട്ട് കണ്ട ആൾക്കാരുണ്ട്, അങ്ങനെ കണ്ട ആളുകളാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് എന്നെ എപ്പോൾ വിളിക്കണം എന്നുള്ളതിൽ അവര് കൺസേൺ അല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവരതിൽ കൺസേൺ അല്ലാത്തതെന്ന്. ഞാൻ ഒന്നും പറയാറുമില്ല. അപ്പൊ ഞാൻ പുലർച്ചെ 2 മണിക്കൊക്കെ കോള് വരും, മോളെ എനിക്ക് വയ്യാതായി, മുട്ടുവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. അപ്പൊ ഞാൻ സമാധാനിപ്പിക്കും, കുഴപ്പമില്ല കേട്ടോ, നമുക്ക് രാവിലെ ഡോക്ടറെ അടുത്ത് പോവാം. അപ്പൊ എനിക്ക് പിന്നെ മനസ്സിലായി. പിന്നെ മരുന്നുകൾ ഞാൻ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. മാറ്റം വരുമ്പോൾ അത് ഡോക്ടറിന്റെ അടുത്ത് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് മാറ്റിയിട്ട് നമ്മളെ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസി അവരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ മരുന്നിലുപരി ഇവരെന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്, ഇവർക്ക് സംസാരിക്കാൻ ആളുകളില്ലാത്ത കുറെ പേരുണ്ട്. അതില് പല ആൾക്കാരുടെയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ, സഞ്ജീവനിയിൽ അംഗങ്ങളായിട്ട്. അപ്പൊ പലർക്കും മക്കൾ ഇവിടെ നാട്ടിലില്ല, പുറത്താണ്. അപ്പൊ ഒറ്റപ്പെടലുള്ള ആൾക്കാരുണ്ട്. ഫിനാൻഷ്യലിയും സ്റ്റേബിൾ അല്ല, ഒറ്റപ്പെടലും ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ വിളിക്കുമ്പോ പറയും എനിക്ക് മോളോട് സംസാരിക്കും, എന്റെ മോളോട് സംസാരിക്കണ മാതിരിയാണ്, ഞാൻ വിളിക്കണോണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും, വീട്ടിലെ മക്കളെ കാര്യങ്ങൾ വരെ പറയും. അപ്പൊ അതൊക്കെ ഞാൻ കേൾക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി, കേൾക്കുക എന്നുള്ളതാണ് അവർക്ക് ഞാൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മരുന്ന്. അതായിരിക്കും എന്നോടുള്ള ഇഷ്ടം. കാരണം അടുത്ത ഇലക്ഷൻ വന്ന സമയത്ത് അപ്പൊ ഇവരെന്നെ എല്ലാവരുടെ പറയുന്നുണ്ടായിരുന്നു, ഈ കുട്ടി നന്നായിട്ടാണ് ഞങ്ങൾക്ക് മരുന്ന് തരുന്നത്. അപ്പൊ ഞാൻ കൊടുത്ത മരുന്ന് അവരോട്, എനിക്ക് അറിയാത്ത ആൾക്കാരോട് ചിലപ്പോൾ ചിരിച്ചതായിരിക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് അടുത്ത പ്രാവശ്യം മത്സരിച്ചപ്പോ ഞാന് ജോയിന്റ് സെക്രട്ടറിക്ക് വെറുതെ എഴുതിയിട്ടതാണ്, വൈസ് പ്രസിഡന്റിന് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലിട്ടു. പക്ഷെ എനിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംവരണ സീറ്റ് ഉണ്ട്. ഞാൻ ഇപ്പോഴും പറയാം, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സംഘടന, അതായത് AMMA സംഘടനയുടെ പ്രസിഡന്റ് ആവാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് ഈ പറയുന്ന അൻസുബ തന്നെയാണ്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഓക്കെ, 4 സ്ത്രീകള് എന്തായാലും ഉണ്ടാവും. അപ്പൊ ഞാൻ സംവരണ സീറ്റിൽ എഴുതിയിട്ടില്ല. അതെന്റെ എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റിയുമാണ്. സംവരണം ഇല്ലാതെ എനിക്ക് എല്ലാവരുടെയും കൂടെ മത്സരിച്ച് ജയിക്കണം. അങ്ങനെ ജയിക്കുകയാണെങ്കിൽ ഒരു അഭിമാനവും കുറച്ചും കൂടെ കൂടുതലുണ്ടല്ലോ. അപ്പൊ ഞാനിത് 3 എഴുതി ഇട്ടപ്പോ വൈസ് പ്രസിഡന്റിൽ ഞാൻ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പോയി. പിന്നെ ജോയിന്റ് സെക്രട്ടറി ഉണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ഉണ്ട്. ഒരു അഭിനേത്രിയെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നതിലുപരി എനിക്ക് വിഷമമുള്ള ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ പത്രം വായിക്കുന്നവരാണ് എല്ലാവരും. ഇനി പത്രം വായിക്കാത്തവരാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മളെല്ലാ ന്യൂസുകളും കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ്, എങ്കിൽ പോലും എല്ലാ റൂൾസും പാലിച്ച് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെയുള്ള എന്നെ വർഗീയവാദിയാക്കാൻ ഇത്ര ഈസി ആയിട്ട് പറ്റുമെങ്കിൽ ഓക്കെ, വർഗീയവാദിയിലോട്ട് നമുക്ക് വരാം. അതിനു മുന്നേ ഈ പറയുന്ന പോലെ ഈ അൻസുബ മുൻകൈ എടുത്ത് ഈ മെഡിസിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചിലർക്ക് അവിടെ നിന്ന് കൈയിട്ട് വാരാൻ പറ്റാതായപ്പോൾ, കൈയിട്ട് ഇനി വാരൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്ത് ചെയ്തു, ആ അൻസുബ വഴി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരുന്ന ടീമിനെയൊക്കെ മാറ്റി അവർ വേറെ ആൾക്കാരൊക്കെ ആക്കി അതിനൊക്കെ ഉള്ള പരിപാടികളൊക്കെ നോക്കി. മൊത്തത്തിൽ അൻസുബ അവിടെ ഉണ്ടായിരുന്നത് അവർക്കൊക്കെ പ്രശ്നമായിരുന്നു. ആർക്കൊക്കെ എന്ന് ഞാൻ പറയാതെ മനസ്സിലാവുമല്ലോ ബാക്കിയുള്ളവർക്ക്. അപ്പോൾ അൻസുബ അവിടെ വന്നിട്ട് നേരും നെറിയോടെ കാര്യങ്ങൾ ചെയ്തു. പാവപ്പെട്ടവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവരുടെ ഒപ്പം നിൽക്കാനും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും 10 പൈസ അവർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയപ്പം ഈ സംഘടനയിലെ തലപ്പത്തിരിക്കുന്ന സാധനങ്ങൾക്ക് അത്യാവശ്യം ചെറിയ ചെറിയ കടികളൊക്കെ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്ത്, പിന്നെ മാറ്റണം,
പിന്നെ ഇനി അൻസിബ എങ്ങനെയെങ്കിലും പുറത്താക്കണം. അതിനെ തുടർന്ന് അതിപ്പോൾ ഈ മരുന്നിൻ്റെ കേസിൽ മാത്രമല്ല, പല കേസുകളിലും അൻസിബ ഇടപെട്ട് അൻസിബ നേരും നെറിയോടെ മുന്നോട്ട് പോയപ്പോൾ, പ്രത്യേകിച്ച് സംഘടനയിലുള്ള ഒരാളാണ്, അതിലും ഒരു സ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരാളാണ് അൻസിബ. ആ സ്ഥിതിക്ക് ഇവളിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയ അവർ പല രീതിയിലും പല ആരോപണങ്ങൾ ഉന്നയിച്ചു. അൻസിബ ജിഹാദിയാണ്, അൻസിബ മറ്റുള്ളവരെ മതം മാറ്റാൻ ശ്രമിക്കുന്നു, അവൾ മോശക്കാരിയാണ്, അങ്ങനെ ഇങ്ങനെ, ലാലേട്ടനായിട്ട് അവിഹിതം, രണ്ടാം അച്ഛനുമായിട്ട് അവിഹിതം, ഇങ്ങനെ പല രീതിയിലുള്ള റൂമേഴ്സ്, ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി പലരും. അതിലൊരു പങ്ക് ടിനി ടോമിന് അടക്കമുണ്ട്. അങ്ങനെ പലരും ഇല്ലാ കഥകൾ ഈ പറയുന്ന അൻസിബയെ വെച്ച് പറയാനും അവളെ എങ്ങനെയെങ്കിലും മാനസികമായിട്ട് തളർത്തിയിട്ടായാലും ഈ സംഘടനയിൽ നിന്നും സ്ഥാനത്ത് നിന്നും ഒക്കെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒന്നാം തരം മുൻകൈകൾ ഓരോ ടീമുകൾ എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അൻസിബ കാരണം അവിടെ ആർക്കും കൈയിട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോയി. പല കാര്യങ്ങളും എടുക്കുമ്പോൾ പലതും, ഇതൊന്നും മാത്രമല്ല, ഇനിയും പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള നേരം നെറിയുമില്ലാത്ത പല കാര്യങ്ങളുണ്ട് ഈ സംഘടനയ്ക്കകത്ത്. ഇതെല്ലാം പുറത്ത് വരേണ്ടതാണ്. വരട്ടെ, തെളിവ് സഹിതം ഓരോന്നും പുറത്ത് വരണം, വന്നേ പറ്റത്തുള്ളൂ. അതുപോലെ ഞാൻ അറിഞ്ഞെടുത്തോളം അൻസിബയെ താഴ്ത്തി കെട്ടാനോ അൻസിബയെ വലിച്ചു കീറാനോ ഒക്കെ പുതിയ ടീമുകളൊക്കെ ഇറക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. വെറും കരക്കമ്പിയിലെ സംസാരങ്ങളാണ്. കരക്കമ്പിയിലെ സംസാരങ്ങൾ പലപ്പോഴും സത്യമാകാറുണ്ട്. അപ്പം അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടി ഒറ്റയാൾ പോരാട്ടം നടത്തി സംഘടനയെ അടിച്ചേറി കയറ്റി അതിലുള്ള എല്ലാത്തിനെയും രാജിവെപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പെൺപുലി തന്നെയാണ്. ഓക്കെ, ആ കുട്ടിക്കുണ്ടായിരുന്ന ധൈര്യം, ആ കുട്ടിയുടെ ധൈര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ സത്യസന്ധതയും ജെനുവിനിറ്റിയുമാണ്. അവൾ ചെയ്യുന്നത് ശരിയായത് കൊണ്ടും അവളുടെ ഭാഗത്ത് മടിയിൽ കനമില്ലാത്തത് കൊണ്ടും അവൾ ചെയ്തത് പക്ക ആയതുകൊണ്ടും മാത്രമാണ് ഇന്ന് അൻസിബയ്ക്ക് ജനങ്ങളുടെ ഇത്രയും പിന്തുണ കിട്ടി അവൾ ഈ നിലയിൽ നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ സത്യസന്ധമായിട്ടുള്ള ആൾക്കാർ വേണം ഓരോ സംഘടനയും ഭരിക്കാൻ, സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടും ഏറ്റവും അർഹത ഈ പറയുന്ന അൻസിബയ്ക്ക് തന്നെയാണ് അമ്മ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ബാക്കി കേട്ടോ. എന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, മമ്മൂക്ക പറയുന്നതൊക്കെ ഉണ്ട്, അതാണ് എനിക്ക് ചിരി വന്നത്. എല്ലാം പാലിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അങ്ങനെയുള്ളവരങ്ങനെ ആക്കില്ലേ? ഞാൻ പെട്ടെന്ന് ഭയപ്പെട്ട ഒരു കാര്യം അതാണ്. അപ്പോൾ അത് ഒരു മതത്തിൽ നിന്നല്ല, എല്ലാ മതത്തിലുള്ള ആളുകളെയും വർഗീയവാദികളാക്കാൻ എളുപ്പമുള്ളൊരു സാഹചര്യം എന്തിനാണ് സൃഷ്ടിക്കുന്നത്, പ്രത്യേകിച്ച് കലാകാരന്മാരുടെ ഇടയിൽ. അപ്പൊ അത് ചിലർ പറയും അത് തമാശയായിട്ട് പറഞ്ഞതല്ലേ. പക്ഷെ ഇതെങ്ങനെയാണ് തമാശയായിട്ട് പറയാൻ പറ്റുക? ഇതിലൊരിക്കലും തമാശ കാണാൻ പറ്റാത്തൊരു കാര്യമാണത്. വർഗീയത പറയാ, അല്ലെങ്കിൽ ജാതി പറയാ, അല്ലെങ്കിൽ വർണ്ണവിവേചനം, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നമ്മൾ പണ്ട് മുതലേ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഡയറക്റ്റ് ലൈഫിൽ അങ്ങനെ ഇതുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ലായിരുന്നു. പക്ഷെ അത് ഒക്കെ കേൾക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ നമുക്കത് ഉള്ളിൻ്റെ ഉള്ളിലൊരു നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ഭയം എന്തായാലും ഉണ്ടാവും. ഈ സമൂഹത്തിലാണ് ഞാൻ ജീവിക്കേണ്ടത്. ഒരു കാര്യത്തിൽ എനിക്ക് വ്യക്തതയുണ്ട്. ഞാൻ സിനിമാ നടി ആവുമെന്ന് വിചാരിച്ച് ജനിച്ച ആളൊന്നുമല്ല. നാളെ സിനിമ ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ട ആളാണ്. അപ്പൊ അതുകൊണ്ട് കറക്റ്റാ, സിനിമയിലേക്ക് മറ്റൊരു തൊഴിൽ. ഇപ്പൊ ഞാൻ ഇന്ന് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത്, ഇനിയിപ്പോൾ ഇതെല്ലാം അടച്ചു കൂട്ടിപ്പോയി ഞാൻ വേറെ എന്തെങ്കിലും പരിപാടി നോക്കും. മനസ്സിലായ? അതൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ചിലവർ സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയാലും അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് വേറെ ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്ത് അടിയിൽ കൂടി ആപ്പും അടിച്ച് പല കമ്മീഷനും അടിച്ച് സ്പോൺസർഷിപ്പ് ഓരോ വെട്ടിച്ച് പലതും ചെയ്തും കൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അൻസിബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഇത്രയും ജെന്യുവനായ പെൺകുട്ടി അവിടെ ഉണ്ടെങ്കിൽ പലർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം പുറത്തു വരും. അത് അറിഞ്ഞു വെച്ചത് കൊണ്ടാണ് അൻസിബയെ ചവിട്ടി പുറത്താക്കാൻ നോക്കി. ഇപ്പം സംഘടനയിൽ അവളെ ചവിട്ടി പുറത്താക്കാൻ നോക്കി ഒറ്റ എണ്ണ അവിടെ കാണാനില്ല. എല്ലാം കൂടും എടുത്തുകൊണ്ട് പോയി വീട്ടിൽ പോയി. ആ ഒരു ഭയം എനിക്ക് എന്തായാലും ഇല്ല. എനിക്കിപ്പോ നാളെ ഒരു സിനിമയില്ലെങ്കിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ജോലി ചെയ്തിട്ട് ഞാൻ ജീവിക്കും, എന്റെ ഫാമിലി ഞാൻ റൺ ചെയ്യും. ആ ഒരു കരേജ് ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് അത് പറഞ്ഞ് ഭയപ്പെടുത്തി നിശബ്ദയാക്കാനൊന്നും എന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ എനിക്കത് പിന്നീട് പറയണം തോന്നി. ആദ്യം കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വേദനയാണ് തോന്നിയത്. അതായത് നീന കുറുപ്പ് എന്ന് പറഞ്ഞ ചേച്ചി എത്രയോ വർഷമായിട്ട് സിനിമയിലുള്ള ഒരാളാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് സിനിമയിൽ വന്ന ആളാണ് നീന ചേച്ചി. അത്രയും അന്തസ്സോടെ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നോട് വന്ന് നുണം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അത് കൂടെ ഇരിക്കുന്നവരല്ല ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ സമൂഹം അത് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ കൂടെ ഇരിക്കുന്നവര് അറ്റ്ലീസ്റ്റ് അതൊന്ന് ചോദിക്കാമല്ലോ. അതുപോലെ ഞാനിപ്പോ എന്താ പറയാ, ഒരു മതസ്ഥാപനത്തിൽ നിന്ന് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് സ്വീകരിക്കരുത് എന്ന് ഞാൻ പറയുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, ആ മതസ്ഥാപനത്തിന്റെ പണം ആ മതസ്ഥാപനത്തിനുള്ളതാണ്. അവിടെ വരുന്ന ഡിവോട്ടീസിനുള്ളതാണ് ആ പണം.
അത് ഏത് മതസ്ഥാപനം ആയിക്കോട്ടെ. അത് ഒരു ചലച്ചിത്ര മേഖലയ്ക്ക് സംഭാവന ചെയ്യേണ്ട ഒരു പണമല്ല അത് നമ്മൾ വാങ്ങിക്കാനും പാടില്ല. അത് ഞാൻ വളരെ ശ്രദ്ധയായി. ഇപ്പം ഒരാൾ പറയും അൻസിബ ഒരു കാര്യത്തില് എൻകൗണ്ടർ ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു അമ്പല കമ്മിറ്റിയുടെ ഫണ്ട് എടുത്തിട്ട് അമ്മയ്ക്ക് സ്പോൺസർ ചെയ്തു എന്നുള്ള വിവാദത്തിൽ അൻസിബ വളരെ ക്ലാരിറ്റി പറഞ്ഞ് ഞാൻ വീഡിയോയിൽ ശ്രദ്ധിച്ചത്, അമ്മയുടെ ബൈലോയിലുണ്ട് ഇതൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ചാരിറ്റബിൾ സംഘടനയാണ്, അപ്പം നിങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കാം, സ്പോൺസർഷിപ്പ് ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ സ്പോൺസർഷിപ്പിൽ കാണുന്നത് ഹോം അപ്ലയൻസ് കമ്പനിയും അങ്ങനെ ഈ പറയുന്ന മറ്റ് പരസ്യം ടെലിവിഷനും ഡിജിറ്റൽ മീഡിയക്കൊക്കെ പരസ്യം കൊടുക്കുന്ന സ്ഥാപനമാണ്. എല്ലാവരും സത്യത്തിൽ ഞെട്ടുന്ന സാധനം, കേരളത്തിലെ ഒരു അമ്പലത്തിന് എന്തിനാണ് അമ്മയുടെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് കൊടുക്കേണ്ടത്? തിരിച്ചു സംഭവിക്കാം, ഏതെങ്കിലും താരപരിപാടി അവിടെ ഏതെങ്കിലും തരത്തിൽ കൊളാബറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അവിടെ പോലും അതിന്റെ മെറിറ്റിനെ, അതായത് ഈ സംഘടനയുടെ വിശ്വാസ്യതയും സംഘടനയുടെ സുതാര്യതയും സംഘടനയുടെ ഒരു എന്താ പറയാ ഐഡന്റിറ്റി നിലനിർത്താൻ വേണ്ടി ഉന്നയിച്ച ഒരു ചോദ്യത്തെ, ആ ഒരു സംഗതിയെ പോലും ഇപ്പുറത്തെ അവിടെയും ഒരു വർഗീയതയുടെ രീതിയിലേക്കാണ്. അതെ, അപ്പൊ ഞാനത് പറഞ്ഞത് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് കേൾക്കുമ്പോൾ എനിക്കുള്ളൊരു വേദനയുണ്ട്. ഞാനൊരു ഇന്ത്യൻ പൗരയാണ്. അപ്പോ ചില കമന്റുകളൊക്കെ കാണുമല്ലോ, പാകിസ്ഥാനിൽ പോകുന്നു പലയിടത്തും. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, നമ്മൾ കാണുന്ന കമന്റുകളാണത്. ഇത് കേൾക്കുമ്പോൾ ഒരു വേദന ആലോചിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇവിടെ ഈ അമ്പലത്തിന്റെ ഒരു കേസ് പറയുന്നുണ്ടായിരുന്നു. അതായത് 1 കോടിയോളം സ്പോൺസർഷിപ്പ് ഈ അമ്പലം അമ്മ സംഘടനയ്ക്ക് കൊടുത്തെന്നാണ് പറയപ്പെടുന്നത്. കരക്കമ്പിയിലെ സംസാരം, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ 75 ലക്ഷം സ്പോൺസർഷിപ്പിൽ അവിടെ എത്തി സംഘടന. എന്നാൽ 25 ലക്ഷം വേറെ വഴിക്ക് പോയെന്നാണ് അറിവ്. ആ പോയ ആൾക്കാരൊക്കെ രാജിവെച്ച് പോയെന്നാണ്. പുതിയ ആരാണെന്ന് നിങ്ങൾ തുപ്പിക്കണ്ടുപിടിച്ചു, എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം അതിൻ്റെ തെളിവ് കയ്യിലില്ല. കരക്കമ്പിലെ സംസാരം മാത്രമേ ഉള്ളൂ. എന്തായാലും കരക്കമ്പിലെ സംസാരം പക്ക ജനുവിൻ സംഭവമാണ്. അതിൻ്റെ തെളിവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും താമസിയാതെ കിട്ടുമ്പോൾ നമുക്ക് അതും കൂടി പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, കാരണം ഇവിടെ നല്ല കൈയിട്ട് വാരൽ നടക്കുന്നുണ്ട്. നമ്മുടെ പൊളിറ്റിക്സിലൊന്ന് കൈയിട്ട് വരുന്നത് പോലെയാണ് ഈ അമ്മ സംഘടനയ്ക്കകത്ത് പല സ്പോൺസർഷിപ്പുകളും പല കാര്യങ്ങളിലും വരുന്നത്. ഇന്ന് കൈയിട്ട് വരുന്നു എന്തിന്? ഈ അൻസിബ കൊണ്ടെത്തിച്ചിട്ടിരുന്ന അങ്ങേര് മറ്റേ മെഡിസിൻ കൊടുത്ത് അതിനെപ്പോലും തട്ടിക്കളഞ്ഞിട്ട് വേറെ സെറ്റ് ചെയ്ത്. എന്തുകൊണ്ട്? അൻസിബ കൊണ്ടുവന്ന ആ രീതിയിൽ നിന്ന് കൈയിട്ട് വരാൻ പറ്റുന്നില്ല. കൈയിട്ട് ഇങ്ങനെ വരണ്ടേ, അത് നടക്കുന്നില്ല. അപ്പം അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മൊത്തത്തിനെ തൂത്ത് തുടച്ച് ക്ലെൻസിങ് ചെയ്തെടുത്ത് കളഞ്ഞു, ക്ലീൻ ആക്കി അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇനി അൻസിബ വേറെ കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട്, കേൾക്കാം. ആളുകൾ തന്നെ നിന്ന് പാട്ട് പാടുക, ആ സ്റ്റേജ് കൈയടക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ആ തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ സഞ്ജീവനി മെഡിസിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ അംഗമായിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണന് ഒരു മെഡിസിൻ കമ്പനിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സഞ്ജീവിനി പ്രൊജക്റ്റ് ആലോചിച്ച സമയത്ത് തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് അറിയുകയും അങ്ങനെ ആ സമയത്ത് കഴിഞ്ഞ കമ്മിറ്റിയായിരുന്നു സഞ്ജീവിനി കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്ത് സിദ്ദിഖിക്കൊക്കെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ രാജിവെച്ച് പോകുന്നതിന് മുന്നേ തന്നെ സഞ്ജീവിനി പദ്ധതിയെ പറ്റിയിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് അറിയുകയും അങ്ങനെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമ്മുടെ മെമ്പറല്ലേ, എന്നാൽ പിന്നെ നമ്മുടെ മെമ്പറിനല്ലേ ഒരു അവസരം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് വിഷ്ണു ഉണ്ണികൃഷ്ണനെ വിളിച്ച് സംസാരിക്കുകയും അങ്ങനെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാക്സിമം ഡിസ്കൗണ്ടിൽ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് എഗ്രി ചെയ്തു. പക്ഷെ അപ്പോഴും നമ്മൾ വേറെ 2 കൊട്ടേഷനും കൂടെ വിളിച്ചു. എപ്പോഴും ഒരു 3 കൊട്ടേഷനെങ്കിലും വിളിച്ചിട്ട് ഏറ്റവും കുറവേ നമ്മൾ എടുക്കാറുള്ളൂ. വേറെയും 2 കൊട്ടേഷൻ വിളിച്ചു. ആ 2 കൊട്ടേഷനേക്കാളും കുറവ് തന്നെയായിരുന്നു വിഷ്ണുവിൻ്റെത്. അങ്ങനെ ഈസി പാസ്സാക്കിയതാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കമ്പനി മുഖേന നമുക്ക് ഈ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും സഞ്ജീവിനി പദ്ധതി പ്രകാരം മെഡിസിൻസ് കൊടുക്കാമെന്നുള്ളത്. അതിന് മെഡിസിൻസ് കൊടുത്തു. വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടൊക്കെ തന്നെയാണ് അവർ മെഡിസിൻസ് എല്ലാവർക്കും കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സഞ്ജീവനി പദ്ധതി നോക്കി നടത്തിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനെയും വിളിക്കുക, അവരുടെ പ്രിസ്ക്രിപ്ഷനൊക്കെ ഓരോ മാസവും മാറിക്കൊണ്ടിരിക്കും പലരുടെ. അപ്പോൾ അതിനനുസരിച്ച് മാറിക്കൊടുക്കണമൊക്കെ ഉണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഈ മെഡിസിൻ കമ്പനിയിൽ നിന്ന് കൃത്യമായിട്ട് മെഡിസിൻസ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ കമ്മിറ്റി വന്നപ്പോഴേക്കും ഒറ്റയടിക്ക് അതങ്ങ് മാറ്റി. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കമ്പനിയിൽ നിന്ന് മെഡിസിൻസ് പോകേണ്ട ആവശ്യമില്ല എന്ന് ആരൊക്കെയോ തീരുമാനിച്ചു. ഈസിയിൽ അതൊന്നും പറഞ്ഞ് പാസ്സാക്കിയൊന്നുമില്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെത് മാറ്റി അടുത്തൊരു കൊട്ടേഷൻ വിളിച്ചിട്ട് അതിനേക്കാളും കുറവ് വേറൊരാൾ തരികയാണെങ്കിൽ തന്നോട്ടെ, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. എപ്പോഴും പൈസ കുറഞ്ഞിട്ട് ക്വാളിറ്റി കൂടുതലുള്ള മെഡിസിൻസ് നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നു അവരെ തന്നെ നമ്മൾ വെക്കുകയുള്ളൂ. എല്ലാ വർഷവും നമുക്ക് കൊട്ടേഷൻ വിളിക്കാം. പുതിയ കമ്മിറ്റി വന്നപ്പോഴും കൊട്ടേഷൻ ഇവർ തന്നെ വെക്കുന്നു, ആരൊക്കെയോ തീരുമാനിക്കുന്നു. ഇതങ്ങ് മാറ്റിയിട്ട് വേറെ ഏതൊക്കെയോ മെഡിസിൻ കമ്പനികളുമായിട്ട്
ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ മെഡിസിൻസ് അയക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഒറ്റ സ്ഥലത്തുനിന്ന് മെഡിസിൻ പോയിക്കൊണ്ടിരുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് മെഡിസിൻ പോകാൻ തുടങ്ങി. നമുക്കിതിന്റെ കണക്കൊന്നും തരുന്നില്ല. ഇത് ഏതൊക്കെ മെഡിസിൻ കമ്പനികളിൽ നിന്നാണ് ഇത്രയും മരുന്നുകൾ പോണതെന്ന് ഞാൻ ഉൾപ്പെടെ പലർക്കും അറിയില്ല കമ്മിറ്റിയിലിരിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഇതിന് ഉത്തരവില്ല. അപ്പോൾ ഇത് അങ്ങനെ തീരുമാനിച്ചു, ഇങ്ങനെ തീരുമാനിച്ചു എന്നൊക്കെയാണ് പറയണത്. അതായത് കാര്യം പിടിയിട്ടല്ല, ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അൻസിബ ഇടപെട്ട് വിഷ്ണുവിൻ്റെ ആ ഒരു കമ്പനിയിൽ നിന്ന് സംഭവങ്ങൾ സെറ്റായിട്ട് മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ കമ്മിറ്റി വന്ന് രൂപീകരിച്ച അവന്മാരെല്ലാം കൂടി അവളുമാരും എല്ലാം കൂടി നൈസായിട്ട് അത് മാറ്റിയിട്ട് വേറെ പുതിയ കമ്പനിയിലുള്ള പുതിയ കമ്പനി മെഡിസിൻസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഊഹിച്ചു നോക്ക്, കമ്മീഷൻ അടിയല്ലേ, കൈയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ലേ വേറെ കമ്പനികളെ സെറ്റ് ചെയ്തത്. അവർ കമ്മീഷൻ ഇവർക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മാറ്റി നമ്മളെ സെറ്റാക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്മീഷൻ നിങ്ങൾക്ക് ഇത്ര തരാം. ഈ ഡീലിൻ്റെ പുറത്താണ് ആ പരിപാടി നടന്നിട്ടുള്ളത്. അത് നമ്മൾ വെറുതെ നമ്മളെ സാമാന്യ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ പിടി കിട്ടും. അല്ലെങ്കിൽ എന്തിനാണ് അത്രയും ഡിസ്കൗണ്ട് കൊടുത്തോണ്ടിരുന്നത്? അതും അവരുടെ സംഘടനയിലൊക്കെ ഉള്ള ഒരാളുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ സ്വന്തം കമ്പനിയിൽ നിന്നാണ് അങ്ങേര് കൊടുത്തോണ്ടിരുന്നത്. അപ്പം അത് ഒഴിവാക്കിയിട്ട് ഇത് കയറ്റിയിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ അടിക്കാനുള്ള പരിപാടിയാണെന്ന് ഇതിൻ്റെ അപ്പുറം നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഓക്കെ, അപ്പം അമ്മാതിരി നാറിയ പരിപാടികളാണ് അവിടെ നടന്നത്. സംഘടന എന്ന് പറഞ്ഞ് കയറി ഇരിക്കുന്നതെല്ലാം സ്വന്തം പോക്കറ്റുകൾ വീർപ്പിക്കാനായിരുന്നു. നിനക്കൊക്കെ ഇതിനേക്കാളും പാര എടുത്തോണ്ട് രാത്രി കക്ക ഇറങ്ങിയാൽ പോരായിരുന്നു കോപ്പുകൾ. ചിലതൊക്കെ 20 ലക്ഷമൊക്കെ വെട്ടിപ്പും തട്ടിപ്പും നടത്തി പ്രൊഡ്യൂസറിനടക്കം മൂഞ്ചിപ്പിച്ച് ഇരുത്തിയിട്ട് ഇരിക്കുക. അയ്യോ അയ്യോ എന്ന് പറഞ്ഞും കൊണ്ട്. ഇനി മമ്മൂക്ക പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേൾക്കാം. ചോദിക്കാത്ത എന്താണെന്ന് ഞാൻ ആലോചിക്കും. നടക്കട്ടെ, തീരുമാനമാവിക്കോളും, കുഴപ്പമില്ല. എല്ലാം കാത്തിരുന്നല്ലേ കാണാൻ പറ്റുള്ളൂ. അടുത്ത നിമിഷം നമ്മുടെ അല്ലല്ലോ. ശരിയാവണമല്ലോ, ശരിയാവും, ശരിയായിക്കോ. ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ പോരെ. ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഓക്കെ, ശരിയാവണമല്ലോ, ശരിയാവണ്ടേ, ആവണം, ആയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങളുടെ ഇരിപ്പ് വശം. ഇനി നമുക്ക് അടുത്ത് ഒരാൾ പറയുന്നതും കൂടി കേൾക്കാം. അതാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത്. ഞാൻ MLA മെമ്പറൊന്നുമല്ല. നമ്മുടെ മേജർ രവി സാർ ആണ് പറയുന്നത്. അദ്ദേഹം പറയുന്നതും കൂടി നമുക്ക് കേൾക്കാം. മോനെ, ഞാൻ ഈ അമ്മ എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഒരു അമ്മയോടുള്ള റെസ്പെക്ട് ഉണ്ടല്ലോ, അതാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത്. ഞാൻ MLA മെമ്പറൊന്നുമല്ല. കാരണം ഒരു 5-6 വർഷം മുന്നേ മറ്റേ എന്തോ കാര്യം പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അണ്ണ അമ്മയിൽ മെമ്പറല്ലേ. ഞാൻ പറഞ്ഞല്ല, അതെന്താ കൊടുക്കുമെന്നത്. 6 വർഷം മുന്നേ ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് 2 വർഷം കഴിഞ്ഞപ്പോൾ കാണാനില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് 3 വർഷം മുന്നേ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഇപ്രാവശ്യം നോക്കുന്ന സമയത്ത് അതും കാണാനില്ല. എന്നിട്ട് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തു. ഇപ്പം ഇതിനകത്തും പേര് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്. എന്താണ് ഇപ്പം അവിടെ ഇപ്പം വാർത്തകളിൽ കൂടി അറിഞ്ഞതോ അല്ലെ സുഹൃത്തുക്കൾ വഴിയിട്ടൊക്കെ അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ അമ്മ ഏതൊരു രീതിയിലേക്ക് പോവാ? എനിക്ക് പലപ്പോഴും സർപ്രൈസ് അവിടെ എന്താണെന്നറിയാം. ഈ അമ്മയിൽ വരുന്ന ആൾക്കാർ കാറുകൾ പോകുമ്പോൾ നിങ്ങൾ ഈ ഓൺലൈൻ ചാനലുകൾ കാണിക്കുമ്പോഴാണ് ഇത് നടിയാണോ, ഇത് ഏത് പടത്തിലാണ് അഭിനയിച്ചത്, അല്ലെങ്കിൽ ഇത് ഒരു നടനാണോ. നടൻ ഓക്കെ, പിന്നെയും നമുക്ക് 2-3 പടങ്ങളൊക്കെ കഴിഞ്ഞാൽ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് പിന്നെ നമുക്കറിയാം. പക്ഷെ പല ആളുകളെയും അവിടെ കാണുന്നത് ഈ സിനിമയിലൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരാത്തത്? നമ്മളെപ്പോലുള്ള പറഞ്ഞാൽ എൻ്റെ സ്വഭാവം പീയൂഷിന് അല്ലെങ്കിൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മൾ ശരിയെങ്കിൽ ശരി, തെറ്റെങ്കിൽ തെറ്റ്. അപ്പോൾ ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അന്ന് ആരായിരുന്നു, ഇടവേള ബാബു ആയിരുന്നു. എൻ്റെ ഇവർ തരായിരുന്നു എന്നുള്ള എനിക്കറിയില്ല. ഒരുപക്ഷെ നമ്മുടെ ഉള്ള ഒരു ഇൻസെക്യൂരിറ്റി എന്തെങ്കിലും ആയിരിക്കാം. ഈ ചോദ്യം ചോദിക്കുമോ എന്നുള്ള ഭയമാണ്. അതായത് ഇപ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സത്യത്തിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നതൊക്കെ മൂഞ്ച്. ഓക്കെ, അതുകൊണ്ടാണ് തരാത്തത്. അംഗത്വം പോലും തരാത്തത്. അതൊക്കെ അത്രേ ഉള്ളൂ. കാരണം അവർക്ക് അവരൊപ്പം നിൽക്കുന്ന കുറേ പേരെ വേണം. കുറേ വെട്ടിപ്പം തട്ടിപ്പം നടത്തി നാട്ടുകാരെയും പറ്റിച്ച് കണ്ണിപ്പൊടിയിട്ട് കുറേ ഉടായ്പം നടത്തി സ്വന്തം പോക്കറ്റുകൾ വീർപ്പിക്കണം. അതാണ് പക്കയായിട്ട് അവിടെ സംഘടന നടന്നത്. പക്ഷെ അവർക്ക് തെറ്റിയത് അൻസിബയുടെ കാര്യത്തിലാണ്. അൻസിബയാണെങ്കിൽ ഈ ഉടായ്പൊക്കെ ഒന്നിനും കൂട്ടിക്കത്തില്ല. അവൾക്ക് അവളുടേതായ സ്റ്റാൻഡും നേരും നിറയോടെ അവളെ നിന്ന് അതുകൊണ്ട് ബാക്കിയുള്ളവർ മൂഞ്ചി. ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമയിൽ എവിടെ കൂടിയൊക്കെ എത്തി കാണിച്ച് തലയൊക്കെ കാണിച്ച് ഫീൽഡൗട്ടായ കുറേ എണ്ണമാണ് അവിടെ കയറി ഇരിപ്പുള്ളത് ഉണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു മറ്റൊരു സത്യം. ഇനി ഞാനൊരു വോയിസ് കൊടുക്കാം കേട്ടാ.
കൃത്രിമ ഉള്ളിയാഴ്ചയെ പോലെ വന്ന് നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയാസ് മറ്റുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അൻസിബ ഹസൻ വന്ന് ഞങ്ങളെ വീഴ്ത്തി കളഞ്ഞതുകൊണ്ടൊന്നും ഒരു ബന്ധമില്ല. കാരണം ശ്വേതാ മേനോൻ രാജിവെച്ചതിന് ശേഷമാണ്, അംഗത്വം പോലും രാജിവെച്ചതിന് ശേഷമാണ് ആ കുട്ടി സ്റ്റേജിൽ വന്ന് സംസാരിച്ചത് പോലും. പിന്നെ എങ്ങനെയാണ് രാജി ഞങ്ങളെ വീഴ്ത്തിയത്, അവരാകുന്നത് ഇങ്ങനെയാണ്. നമുക്ക് തോന്നും ഒരു കാലത്ത് വലിയ നടി നടന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് മലയാള സിനിമ മുന്നോട്ട് പോവാന്ന് ഇപ്പൊ ഓരോ പ്രാവശ്യവും ഓരോരുത്തരുടെ മരണത്തിലും നമ്മൾ വിചാരിക്കും. പക്ഷെ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? ഈ പ്രകൃതിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കാറുണ്ടോ? ഒരാളും ഈ ലോകത്തിനെല്ലാം മസ്റ്റല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. അതുകൊണ്ട് ഷോ നിർബന്ധമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുന്ന പോലെ ഈ പ്രകൃതിയിൽ ഒരു ഇലയ്ക്ക് പോലും ആരുടെ മരണവും ആരുടെ വീഴ്ചയും പ്രകൃതിയെ ബാധിക്കുന്നില്ല. ഇതൊക്കെ പ്രകൃതിയുടെ നിയമമാണ്. ആരംഭത്തിനെല്ലാം അവസാനമുണ്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ അത് മുന്നോട്ട് പോകട്ടെ. ഏറ്റവും നല്ല ആൾക്കാർ വന്നിട്ട് അത് ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അത്രേ ഉള്ളൂ. എന്തായാലും സംഘടനയൊക്കെ അടിപൊളി ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. കണ്ട അൽക്കുലത്തുകളെ എല്ലാം അതിൽ നിന്ന് പുറത്താക്കിയതാണ് സത്യം പറഞ്ഞാൽ. ഇതൊക്കെ സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ പുറത്താക്കി നാണം കെട്ട് ഇറങ്ങി പോകേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് സ്വന്തമായിട്ട് ഇവളുമാരെല്ലാം കൂടി ഇറങ്ങി ഓടിയത്. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതാണ് സത്യം കേട്ടാ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി നിന്ന മൂഞ്ചും വെട്ടിപ്പും തട്ടിപ്പും എല്ലാം നാട്ടുകാർ തെളിവോടുകൂടി അറിയും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്കാണ് എല്ലാം കണ്ടം വഴി ഓടിയിട്ടുള്ളത്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. എന്തായാലും കൊള്ളാം. ഈ സംഘടന കൊണ്ട് ഇങ്ങനൊരു ഉപകാരം ഉണ്ടായല്ലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം കുറേ എണ്ണത്തിൻ്റെയൊക്കെ ഫേക്ക് പേഴ്സണാലിറ്റി, ഫേക്ക് ഇമേജ്, ഫേക്ക് കള്ള ഉട്ടായിപ്പ് മുഖങ്ങളെല്ലാം അഴിഞ്ഞ് പണവണാന്ന് പറഞ്ഞങ്ങോട്ട് പിഴന്ന്. ഓക്കെ, അതെന്തായാലും നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പേഴ്സണലി ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞാണ്. എനിക്ക് പേഴ്സണലി നല്ലൊരു ഗുഡ് അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്രയ്ക്ക് തൊട്ടിത്തന്നെ ആ സംഘടന നടന്നിട്ടുണ്ട്. അതെല്ലാം അൻസിബ പൊളിച്ചടിക്ക്, അൻസിബ ഒറ്റയ്ക്ക് നിന്ന് പോരാടി. അത് നല്ലൊരു കയ്യടി അവള് അർഹിക്കുന്നു. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം, കണ്ടോക്കണേ. ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് കൃത്യമായ കണക്കുകൾ ട്രഷറി തന്നില്ല. ഒന്ന്. രണ്ടാമത് അദ്ദേഹം നിർബന്ധ ലീവിന് പോയി എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം ഒരു ലീവോ ഒന്നും തന്നെ ഒരു അവധി അപേക്ഷ അല്ലെങ്കിൽ അങ്ങനെ നൽകിയിട്ടില്ല എന്നുള്ള രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ ജോയി മാത്യു ചേട്ടനോട് ചാലഞ്ച് ചെയ്യുന്നു. അത് ലീഗലി ഒരു ചാലഞ്ചാണ്. സംഘടനാപരമായിട്ടൊരു ചാലഞ്ചായി കാണണ്ട. ഞാൻ മെയ് 3-ാം തീയതി അമ്മയിൽ ഒഫീഷ്യൽ മെയിൽ ചെയ്തില്ല എന്ന് ചോദിച്ചേട്ടന് തെളിയിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കേണ്ടത്. ഞാൻ അതുപോലും ചെയ്യുന്നില്ല. അവിടെ ഉണ്ട് മെയിൽ. അപ്പോൾ പിന്നെ എങ്ങനെ അവരൊക്കെ അബ്സ്കോണ്ട് മുങ്ങുവാണ്. എനിക്ക് തന്ന ഒരു മെയിലിന് പ്രോപ്പറായിട്ട് സെമി ലീഗൽ മെയിലാണ് ഞാൻ കൊടുത്തത്. ഈ കണക്കുകൾ അവതരിപ്പിക്കാൻ പറ്റാത്ത വലിയൊരു വീഴ്ചയല്ലേ? ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞുതരാം. ഈ കണക്ക് നമ്മൾ എക്സൽ ഷീറ്റിൽ എഴുതിയാലും സിയർ എടുത്ത് പോയി കഴിഞ്ഞാൽ ഹെഡിൽ പേര് വ്യത്യാസമുണ്ട്, കണക്ക് വ്യത്യാസമുണ്ട്. ഇത് വെരിഫൈ ചെയ്യണോ വേണ്ടയോ? കാരണം ഓഡിറ്റാണ് ഫൈനൽ. ഞാൻ കൊടുക്കുന്ന കണക്കല്ല. അതിന് എനിക്ക് സമയം തരണം. എൻ്റെ ആക്സസ് കട്ടിയിട്ട് മെയ് 12-ാം തീയതി കഴിഞ്ഞിട്ട് 13 ചാനലിലൂടെയാണ് ഞാൻ അറിയേണ്ടത് എന്നെ മാറ്റി നിർത്തിയെന്ന്. നമ്മൾ കൊണ്ടുവന്ന കണക്കിന് ചേഞ്ച് നിങ്ങൾ കേൾക്കണം. ബാങ്കിലൊരു ചെക്ക് പോകുമ്പോൾ അതിനോടൊരു ലെറ്റർ ഉണ്ടാവും. അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. ഓക്കെ, ആ കണക്കിൽ ആർക്ക് എന്തിനാ RTGS എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് കൊടുത്തു. ഞാൻ വന്നതിന് ശേഷം കണക്കിൽ എന്താ ചെയ്തിരിക്കുന്നത്? 5000-ന് മേലെ ക്യാഷ് ചെക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണോ പണ്ട് കൊണ്ടുപോയി നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ ചെയ്ത ഒരാൾക്ക് കണക്കിൽ എന്താ കാര്യമുള്ളത്? 2, കണക്കിൽ പൊരുത്തക്കേടുണ്ട്. ഞാനാ പറയുന്നത്. എന്തുകൊണ്ടറിയാം? കമ്മിറ്റി പാസ്സാക്കാത്ത വലിയ ചിലവുകൾ നടത്താൻ പാടുണ്ടോ? നിങ്ങൾ പറയണം. കമ്മിറ്റി പാസ്സാക്കാത്ത ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് നടത്താൻ പറ്റുമോ? ഫെബ്രുവരി 25-ാം തീയതി അമ്മയ്ക്കൊരു മെയിൽ അയച്ചിട്ടുണ്ട് ഞാൻ, എൻ്റെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട്. കാരണം ആസ് എൻ എലക്റ്റഡ് ട്രഷറർ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നിക്ക് രാജിവെച്ച് പോകണം, അല്ലെങ്കിൽ നമ്മുടെ എതിർപ്പ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. കാരണം അവിടെ ബ്ലോക്ക് ആവരുത് കാര്യങ്ങൾ. ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ട്. കുടുംബസംഗമത്തിൽ ഫാഷൻ ഷോ ചെയ്തതിൽ 35 ലക്ഷം രൂപയാണ് നമുക്ക് സ്പോൺസർഷിപ്പ് ഉള്ളൂ. അതിന് 15 ലക്ഷം രൂപയോളം വേണമെന്നാണ് പറഞ്ഞത്. പിന്നെ അത് 13.5 സെറ്റിലായിട്ടുണ്ടാവും. ആ പൈസ കൊടുക്കാൻ നമ്മൾ പാടുണ്ടോ? അതും ഒരു പ്രശസ്തനായ കലാകാരൻ, അദ്ദേഹത്തോട് പറഞ്ഞ് ചിലപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്തു തരും. അവിടെ നമ്മൾ എടുത്തു കൊടുക്കുന്ന ചില കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ താല്പര്യപ്രകാരം അത് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് ശത്രുവായി. അങ്ങനെയല്ലേ ഞാൻ പറയേണ്ടുള്ളൂ. ആരുടെ താല്പര്യപ്രകാരമാണ്? എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്. ഞാൻ ആരും കുറ്റം പറയണല്ല. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലോട് ചെക്ക് ചെയ്യും. നിങ്ങൾ അമ്മയുടെ മിനിറ്റ്സ് ചോദിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ നിങ്ങൾക്ക്, എന്നോട് ചോദിച്ചല്ലോ. കാരണം ഒരു പബ്ലിക് സോഷ്യൽ ഓഡിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥാപനമല്ലേ ചാരിറ്റി സംഘടന. നിങ്ങൾ ചോദിക്കുക അവിടെ നിന്ന്, എന്നോട് മാത്രമല്ലല്ലോ ചോദിക്കേണ്ടത്. അല്ല, ജഗദീഷ് ചേട്ടൻ പറഞ്ഞൊരു ന്യൂസ് കേട്ടായിരുന്നു ഓൺലൈനിൽ. എന്താണ്? ട്രഷററിനെ ഇങ്ങനെ മാറ്റി നിർത്തിയ കേൾവി പോലില്ല. അപ്പം അദ്ദേഹം കുറച്ചേ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു സൈഡ് പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന് ഉത്തരം പറഞ്ഞ് എനിക്ക് പാവം അവരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ശ്വേതേനെ ഇപ്പോഴും എനിക്കിഷ്ടമാണ്. കുക്കുവിന് അങ്ങനെ വേറെ ആംഗിൾ കാണരുത് കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ വേറെ ആംഗിൾ. ഇവരെല്ലാം എനിക്ക് ബഹുമാനമാണ്. പക്ഷേ ഇവർക്ക് എവിടെയോ ചെറിയ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അബദ്ധം നമ്മളെപ്പോഴും പറയില്ലേ, തുപ്പൽ കൊണ്ട് ഓട്ടി അടക്കരുതെന്ന്.
കേട്ടിട്ടില്ലേ? അറിയില്ലേ? കാരണം തുപ്പൽ കൊണ്ട് ഓട്ടയടയില്ല. ഓട്ട അടക്കണമെങ്കിൽ ഓട്ടയുടെ ഈ റീസൺ അനുസരിച്ചിട്ട് അതിന് സൊല്യൂഷൻ കണ്ടു. അത് കണ്ടിട്ടില്ല. ഞാനടക്കമുള്ള കമ്മിറ്റി കണ്ടിട്ടില്ല. ഈ അൻസിബയുടെ നമുക്കറിയ പരാതി അറിയാം. ആ പരാതിയും ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത് നേരത്തെ തന്നെ അത് പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നില്ല. ഇത്രത്തോളം ഒരു സംശയമില്ല. ഇപ്പം ജനറൽ ബോഡി തന്നെ അത് പറഞ്ഞു കഴിഞ്ഞില്ലേ. ആ കുട്ടി വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു കുട്ടിയാണെന്ന് എനിക്കറിയാം. ആ കുട്ടി എന്നാണ് രാജിക്കത്ത് കൊടുത്തത്? ജാനുവരിയിലാണ്. ഇപ്പോഴാണ് ആ കുട്ടീനെ പിരിച്ചുവിടേണ്ടത്. ആ കുട്ടിയുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട്. പക്ഷെ ഇത് പറഞ്ഞത് കൊണ്ടാണ് 1-2 ആൾക്കാർ വന്ന് പറഞ്ഞു അയാൾ അബ്സ്കോണ്ട്, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേറൊരു സീനിയർ വ്യക്തി ഇങ്ങനെ പറഞ്ഞു. അതിനൊക്കെ അവിടെ ഞാൻ ഉത്തരം കൊടുത്തിട്ട് വന്ന ആളാണ്. വീണ്ടും പുറത്ത് പറയണ്ടെങ്കിൽ എന്നേ പറയാനുള്ളൂ എനിക്ക്. അപ്പം നിങ്ങൾ പറ, നിങ്ങൾ നിൽക്കുമോ? അത് ന്യായമാണ് കൂടെ? എനിക്ക് ചോദിക്കട്ടെ, ഞാൻ മീഡിയ വണ്ണിനോടും മെമ്പേഴ്സിനോടും ഇതിൻ്റെ ബോർഡിനോടും ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ ന്യായമാണ്, നിങ്ങൾ നിൽക്കുമോ ഇല്ലയോ? അത് വിത്ത് പ്രൂഫ് നിങ്ങൾക്ക് തന്നാൽ നിൽക്കുമോ? ന്യായമായി നിൽക്കല്ലോ. പ്രൂഫ് ഉണ്ട്. ഇപ്പോൾ പോരെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവരെ കള്ളന്മാരാക്കുക, ജിഹാദികളാക്കുക, അവീത കഥകൾ പടച്ചടക്കുക, ഇതൊക്കെയാണ് അവരുടെ സ്ഥിരം പരിപാടി. എന്തായാലും എല്ലാത്തിനും ഒരു തിരശീല വീണു. അതിന് വരേണ്ടി വന്നു ആ സിംഗപ്പെണ്ണ് അൻസിബ എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ഇനി കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ സംഘടനാപരമായിട്ട് പറയുമ്പോൾ. കാരണം എല്ലാ ഉടായ്പകളെ തുടച്ചു മാറ്റി എന്നതാണ് ഇപ്പോഴത്തെ വാസ്തവം. അതുപോലെ ലക്ഷ്മിപ്രിയക്ക് എതിരെ ക്രിമിനൽ കേസാണ് കിടപ്പുള്ളത്. മറ്റേ 20 ലക്ഷത്തിൻ്റെ തട്ടിപ്പൊക്കെ. പാണി വാലും വെള്ളത്തിൽ കിട്ടും, അണ്ണാക്കി കിട്ടും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കൊണ്ട് ബുദ്ധിമുട്ടായിട്ടാണ്.